അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ ഈസ്റ്റ് ജില്ലയുടെ ആദരണീയനായ പ്രസിഡന്റ് സയ്യിദ് OMS തങ്ങൾ, സയ്യിദ് KKS തങ്ങൾ തുടങ്ങി വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, പ്രിയപ്പെട്ട ഉമറാക്കൾ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ജമിയത്തുൽ മുഅല്ലിമീൻ്റെ നേതാക്കളെ, സ്നേഹമുള്ള സഹപ്രവർത്തകരെ, അൽഹംദുലില്ലാഹ് ഏറെ ശ്രദ്ധേയമായ ശ്രേഷ്ഠമായ പരിപാവനമായ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള മാനവ സമൂഹത്തിൻ്റെ എല്ലാവിധ ചിന്തയും വിശുദ്ധമായ കഅബാലയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ദിവസങ്ങളിലാണ് നാം നിലകൊള്ളുന്നത്. ഈ വിശുദ്ധ ദിനത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ആലോചിക്കുന്നതും നിങ്ങളിലേക്ക് ഈ സന്ദേശം കൈമാറുന്നതും. അൽഹംദുലില്ലാഹ്, സർവാത്മന അത് സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് സമയത്ത് തന്നെ നിങ്ങളൊക്കെ എത്തിച്ചേർന്നു എന്നുള്ളത് ഏറെ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകമായി നിങ്ങളെ അഭിനന്ദിക്കുകയും സന്തോഷം നിങ്ങളോട് പങ്കുവെക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ 1957 വളരെ വ്യവസ്ഥാപിതമായി സാത്വികരായ ദീർഘദിക്കുകളായിട്ടുള്ള മഹാപണ്ഡിത വരേണ്യരും ദീർഘദിക്കുകളുമായിട്ടുള്ള മഹനീയ നേതൃത്വത്തിൻ്റെ ആശീർവാദങ്ങൾ, അവരുടെ വീക്ഷണങ്ങൾക്കും വിധേയമായി നമ്മുടെ ഈ സംഘശക്തി ഇവിടെ രൂപകൽപ്പന ചെയ്യുകയാണ് ഉണ്ടായത്. 65 വർഷങ്ങൾ കഴിഞ്ഞ് 66 വർഷത്തിലേക്ക് നമ്മുടെ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ പ്രവർത്തനം പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ എന്നുള്ള ഈ സംവിധാനം നാളെ ഇതുവരെ വളരെ സ്തുത്യർഹമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് സമൂഹത്തിൽ നേതൃപരമായിട്ടുള്ള പങ്കുവഹിച്ചത്. എടുത്തു പറയത്തക്ക രൂപത്തിലുള്ള, മറ്റാർക്കും അവകാശപ്പെടാൻ സാധ്യമല്ലാത്ത വിധമുള്ള ഒരു പ്രവർത്തനമാണ് ജംഇയ്യത്തുൽ മുഅല്ലിമീനിൽ അംഗമായിട്ടുള്ള ഒരു മുഅല്ലിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളർന്നു വരുന്ന കുരുന്നു മക്കൾക്ക് വിശുദ്ധ ഇസ്ലാം എന്നുള്ള മഹത്തായിട്ടുള്ള നമ്മുടെ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ വിശുദ്ധമായ നേർരൂപം സാത്വികരായ മുഅല്ലിമുകളിലൂടെ പകർന്നു നൽകുക എന്നുള്ള വലിയ ദൗത്യമാണ് ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഇസ്ലാമിൻ്റെ തനതായിട്ടുള്ള രൂപം, വിശ്വാസത്തിൻ്റെ ശരിയായ രൂപം അത് ഇവിടെ നാളിതുവരെ പകർന്നു നൽകി ഒരു സമൂഹത്തിനെ സമുദ്ധരിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. നമ്മുടെ നേതാക്കൾ നമ്മെ വിശേഷിപ്പിക്കുന്നു, നമ്മൾ ചലിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നാണ്. ഓരോ ആളുകളെക്കുറിച്ചും ഓരോ വ്യക്തികളെക്കുറിച്ചും അങ്ങനെയാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. മുസ്ലിം വീടുകളിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ ശരിയായ രൂപം ഓരോ ദിവസവും അത് നമ്മൾ
വിശുദ്ധ മനസ്സുകളിലേക്ക് പകർന്നു നൽകുന്ന വലിയ ഒരു പുണ്യമായ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിന് നേതൃത്വം നൽകുന്നത് നാളിതുവരെയും വിശുദ്ധരായിട്ടുള്ള നായകന്മാർ. ഈ 65 വർഷവും വളരെ വ്യവസ്ഥാപിതമായി, വളരെ സുതാര്യമായി, വളരെ സത്യസന്ധമായി ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവിധ കീഴ്വഴക്കങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാവിധ ചട്ടങ്ങൾക്കും വിധേയമായി തന്നെ ഓരോ വർഷവും ഇത് കൃത്യമായി ഇതിൻ്റെ അജണ്ട രൂപീകരിച്ചുകൊണ്ട് ഇത് പ്രവർത്തനം സമൂഹത്തിലേക്ക് ഓരോ വർഷവും ഇറങ്ങിത്തിരിക്കുകയാണ്. ആദരണീയനായ നമ്മുടെ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള നമ്മുടെ നേതാവ് ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ കാതലായിട്ടുള്ള 50 എണ്ണം നമ്പറിട്ടുകൊണ്ട് ഇവിടെ നമ്മളെ വായിച്ച് കേൾപ്പിക്കുകയും അത് വ്യവസ്ഥാപിതമായി ഇവിടെ പ്രവർത്തിക്കേണ്ട, ഓരോ റേഞ്ചിലും പ്രവർത്തിക്കേണ്ട, ഓരോ കുട്ടിയിലേക്കും സന്ദേശമെത്തേണ്ട, ഒരു കുട്ടിയുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ 50 കാര്യങ്ങളിൽ നമ്മളെ ഇവിടെ നമുക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു രക്ഷിതാവ്, അതുപോലെ തന്നെ ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗം, ഒരു മുഅല്ലിം, അതുപോലെ തന്നെ നമ്മുടെ കുട്ടി, ഇവരെ 4 ഘടകത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തന രീതി ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് തന്നപ്പോൾ നമ്മൾ എത്ര ഗൗരവത്തോടു കൂടിയാണ് നമ്മളത് ശ്രദ്ധിച്ചത്. സർവോപരി അതിൽ ശ്രദ്ധയുണ്ടാവണം, അതിൽ ധാരണയുണ്ടാവണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഓരോ വർഷവും നമ്മുടെ പദ്ധതികൾ ഇവിടെ രൂപകൽപ്പന ചെയ്യുന്നത്. മഹത്തായ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. നമ്മൾ ഇങ്ങനെയുള്ള നമ്മുടെ ബലിപെരുന്നാളിനോട് അനുബന്ധിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് മണിക്കൂറുകൾക്കകം ഈ സന്ദേശം കൈമാറ്റം ചെയ്തുകൊണ്ട് നിങ്ങളെ ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ പ്രധാനമായ 1-2 കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ എല്ലാ വർഷവും മെയ് മാസത്തിൽ അതിൻ്റെ കേന്ദ്ര കൗൺസിൽ ചേരുകയാണ്. കൗൺസിലിൻ്റെ ഓരോ അതിൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആ ഒരു കൗൺസിലാണ് നമ്മൾ ഇവിടെ ഓരോ വർഷത്തെയും ഭാരവാഹികളായി നിശ്ചയിക്കപ്പെടുകയും ആ കൗൺസിലും ശേഷമുള്ള പ്രവർത്തക സമിതിയും എക്സിക്യൂട്ടീവും ഒക്കെയാണ് നമ്മുടെ ഓരോ വർഷത്തെ പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മളിലേക്ക് നൽകുകയും ചെയ്യുന്നത്. ഈ കഴിഞ്ഞ മെയ് മാസം 27-ാം തീയതി വ്യവസ്ഥാപിതമായി മാനദണ്ഡങ്ങൾക്ക് വിധേയമായി നമ്മളെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ കൃത്യമായി നിശ്ചിത അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള കൗൺസിൽ ചേളാരി നമ്മുടെ മുഅല്ലിം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. ആദരണീയനായ നമ്മുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വഹാഉദ്ദീൻ നദ്വി ഉസ്താദായിരുന്നു ആ യോഗത്തിലെ അധ്യക്ഷൻ. ആദരണീയനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതനായ നേതാവ് നമ്മുടെയൊക്കെ ഉസ്താദ്, വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി ആദരണീയനായ ഉസ്താദ് MT ഉസ്താദായിരുന്നു ആ മഹത്തായ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് മുഖ്യമായ പ്രഭാഷണം നിർവഹിച്ച് നമ്മുടെ ലീഡേഴ്സ് ഉണ്ട്, വിദ്യാഭ്യാസ ബോർഡിൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളുണ്ട്, ജംഇയ്യത്തുൽ മുഅല്ലിമിൻ്റെ നേതാക്കളുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ അവിടുത്തെ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും അജണ്ടകളുടെ ക്രമമനുസരിച്ചും നമ്മൾ തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. ആ തെരഞ്ഞെടുപ്പ് കൗൺസിൽ ഐക്യകണ്ഠേനയായി ഇതുവരെ നമ്മുടെയൊക്കെ ബഹുമാനപ്പെട്ട സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗവും നമ്മളൊക്കെ ഏറെ സുപരിചിതനുമായിട്ടുള്ള ഷെയ്ഖുന വാക്കോട് ഉസ്താദിനെ ഐക്യകണ്ഠേന നമ്മുടെ യോഗം അഭിപ്രായപ്പെടുകയും പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി യോഗ നടപടികളൊക്കെ കഴിഞ്ഞ് അത് അവസാനിച്ചതിന് ശേഷം പിന്നീട് സമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കും വിധം ചില കോണുകളിൽ നിന്ന് ആ കൗൺസിലിനെയും അത് ചട്ടലംഘനമാണ് എന്നും അത് നിയമാനുസൃതം അല്ല എന്നുമൊക്കെ തെറ്റിദ്ധാരണയുണ്ടാക്കും വിധമുള്ള ചില പ്രവർത്തനങ്ങളും ചില സന്ദേശങ്ങളും കാണാനിടയായി. ആ പശ്ചാത്തലത്തിൽ
ബഹുമാനപ്പെട്ട കേന്ദ്ര കൗൺസിലിൻ്റെ തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു രൂപം ഇന്നലെ നമ്മൾ പത്രത്തിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. ആ അത്തരം തെറ്റിദ്ധാരണകളിൽ നിന്ന് സമൂഹം വഞ്ചിതരാവരുത് എന്നുള്ള നമ്മുടെ മേൽഘടകത്തിൻ്റെ പത്രക്കുറിപ്പ് നമ്മളൊക്കെ വായിച്ചവരാണ്. ആ ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിലുണ്ട്. മറ്റൊന്ന്, നമ്മുടെയൊക്കെ ആവേശമായി ഇവിടെ പറയപ്പെട്ടതുപോലെ സുപ്രഭാതം പത്രം ഇത്ര ജനകീയമാക്കി അതിനെ വളരെ ചടുലതയോടുകൂടി സമൂഹത്തിൽ അതിനെ കോപ്പികൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, സർക്കുലേഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൽ ഒരു വളരെ സജീവ സാന്നിധ്യമായി നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ട് ഓരോ റേഞ്ചിലും ഓരോ ആളുകളോടും അതിന് നേതൃത്വം നൽകുന്ന ഓരോ കോർഡിനേറ്റർമാരെയും കൃത്യമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് നേതൃത്വം നൽകിയ ഒരു വലിയ മുഖമായി ഈ നമ്മുടെ ജമിയത്തുൽ മുഅല്ലിമിൻ്റെ മുഖമായി മാറിയ വ്യക്തിത്വമാണ് സാധാരണക്കാരനിൽ സാധാരണക്കാരനായി നേതാക്കളിൽ വളരെ സ്ഥാനീയനായി അറിയപ്പെടുന്ന മഹാനായ കൊടകുസ്താദ് ഉൾപ്പെടെയുള്ള ആദരണീയനായ കൊടകുസ്താദ് ജനറൽ സെക്രട്ടറിയായി വരികയും അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയുടെ സാരഥി പ്രിയപ്പെട്ട ഹുസൈൻകുട്ടി ഉസ്താദ് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദരണീയനായ നമ്മുടെ പ്രസിഡന്റ് സയ്യിദ് OMS തങ്ങൾ നമ്മൾ ഏറെ ആകാംക്ഷയോടെ ജമിയത്തുൽ മുഅല്ലിമിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ക്ഷേമനിധി എന്ന് പറയുന്ന പദ്ധതി. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ചെറിയ കുട്ടികളായതു മുതൽ നമ്മൾ ചെറിയ ടോക്കൺ നൽകിക്കൊണ്ട് ജമിയത്തുൽ മുഅല്ലിമിൻ്റെ ഒരു ചെറിയ വിഹിതം സ്വരൂപിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേമനിധി ഫണ്ട് സമാഹരണം നടത്താറുണ്ട്. ആ മഹാനായ നമ്മുടെ ആദരണീയനായ നമ്മുടെയൊക്കെ ആവേശമായ ജമിയത്തുൽ മുഅല്ലിമിൻ്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിട്ടുള്ള, ജമിയത്തുൽ മുഅല്ലിമിൻ്റെ സംസ്ഥാന ട്രഷററായി തെരഞ്ഞെടുത്തിട്ടുള്ള കൊടഉസ്താദും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ കാസിമി ഉസ്താദും നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, നമുക്ക് നേതൃത്വം നൽകാനുള്ള എല്ലാവിധ കഴിവും കരുത്തും നൽകട്ടെ. ബഹുമാന്യരെ, ഇങ്ങനെയുള്ള ആ കഴിഞ്ഞ പ്രവർത്തക സമിതിയിൽ ആദരണീയനായ സയ്യിദ് OMS തങ്ങൾ നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ക്ഷേമനിധിയുടെ ഓരോ മാസവും ആദ്യ ചൊവ്വാഴ്ചയിൽ ചേരുന്ന മീറ്റിങ്ങുകളിൽ ലക്ഷങ്ങൾ ഫണ്ട് അനുവദിക്കുന്ന ഉസ്താദുമാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വലിയ നേതൃത്വം നൽകുന്ന ആ സമിതിയുടെ ഡെപ്യൂട്ടി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടങ്ങിയ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്നതും നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതുമാണ്. അതുകൊണ്ട് അവരെയൊക്കെ ഈ ഒരു സ്നേഹാദരവ് നൽകിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ ഇന്നത്തെ ദിവസം അഭികാമ്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും തെറ്റാം വിധം സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചെറുതാക്കി കാണിക്കാനുള്ള ഏത് കോണുകളിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ആര് മുന്നോട്ട് വന്നാലും നമുക്ക് അതിനെ ചെറുതായി കാണാൻ കഴിയില്ല എന്ന് ഈ സമയത്ത് നിങ്ങളെ സാക്ഷിയാക്കി ഇവിടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. മഹത്തായ നമ്മുടെ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമാണ്. നമ്മുടെ പരീക്ഷാ ഫീസിന്റെ സർക്കുലർ വരുമ്പോൾ തന്നെ ആ സർക്കുലറിനോട് കൂടെ നമ്മൾ കളക്ട് ചെയ്യേണ്ട ഫണ്ടുകൾ, അതിൻ്റെ മാനദണ്ഡങ്ങൾ, അത് വിനിയോഗിക്കുന്ന മാർഗങ്ങൾ, ഏതൊക്കെ രീതിയിൽ അതിനെ നമ്മൾ കളക്ട് ചെയ്യുന്നു, ഏതൊക്കെ മാർഗത്തിൽ അതിനെ വിനിയോഗിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ സർക്കുലർ മുഖേന നൽകിക്കൊണ്ടാണ് വളരെ സത്യസന്ധമായി സുതാര്യമായി ആരെയും കബളിപ്പിക്കാതെ തന്നെയാണ് നമ്മളതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നേതാക്കളുടെ അറിവോടുകൂടെയും അവരുടെ നിർദ്ദേശപ്രകാരവുമാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും നമ്മളാരും അതിൽ പരുങ്ങിപ്പോകരുത് എന്ന് സാന്ദർഭികമായി നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട നമ്മുടെ മദ്രസ മാനേജ്മെന്റ് നമ്മളെപ്പോഴും പറയാറുണ്ട്,
അവർ ആദരണീയരാണ്, ബഹുമാന്യരാണ്, എന്തുകൊണ്ടും ആദരവിന് കടമപ്പെട്ടവരാണ്. ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം, മുഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പലപ്പോഴും പറയുന്നത് പോലെ ചെറിയ വേതനം പറ്റിക്കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം നമ്മൾ നിർവഹിക്കുന്നത് എങ്കിൽ ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നയാ പൈസ കൈപ്പറ്റാതെ ഒരർത്ഥത്തിൽ മറ്റു പലരിൽ നിന്നും ചില സമയത്ത് ആക്ഷേപങ്ങൾക്ക് ഇരയായിക്കൊണ്ടും ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഉത്തമമായ ഒരു പ്രവർത്തനത്തിന് മുമ്പിൽ നിന്ന് നമ്മളെക്കാൾ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവർക്കിടയിൽ അകലമുണ്ടാക്കുവാൻ, അല്ലെങ്കിൽ അവർക്കിടയിലും നമുക്കിടയിലും വിള്ളലുണ്ടാക്കാൻ, അവർക്കിടയിൽ നമ്മളെ ചെറുതായി വളരെ ലാഘവത്തോടു കൂടി മനസ്സിലാക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് ഈ സമൂഹത്തോട്, ഈ മഹത്തായിട്ടുള്ള ഈ സംവിധാനത്തോട് പോലും നമുക്ക് പൊറുക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മാനേജ്മെന്റിനെ റേഞ്ച് തലത്തിലും മദ്രസ തലത്തിലും നമ്മുടെ മുഅല്ലിമീങ്ങൾ നല്ല രൂപത്തിൽ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. നാളെ ഇതുവരെ നടന്നു വന്നിട്ടുണ്ട്, അത് തുടർന്നും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും അവർക്കിടയിൽ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ നമുക്ക് അവസരം നമ്മുടെ ഭാഗത്ത് നിന്നില്ല, അതിന് അവസരവുമില്ല, നമ്മൾ അത് അനുവദിക്കുകയുമില്ല. മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്ക്, നിങ്ങൾ ഉസ്താദുമാർ എത്രമേൽ മഹത്തരമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്നവരാണ്, എത്ര വലിയ സേവനമാണ് ചെയ്യുന്നത്. ഈ സമൂഹത്തിൽ ഐക്യമുണ്ടാക്കാൻ, സൗഹൃദമുണ്ടാക്കാൻ, തനതായിട്ടുള്ള ദീനി ചിട്ടയിൽ ഒരു സമൂഹം വളർന്നു വരാൻ, അരാജകത്തിലേക്ക് പോകുന്ന സമൂഹത്തെ കൈപിടിച്ച് മാറ്റി നിർത്താൻ, തിന്മയോട് അകലം പാലിക്കാൻ എത്ര നല്ല രൂപത്തിലാണ് നമ്മുടെ സമൂഹത്തിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട്, ഉന്നതമായിട്ടുള്ള പദവി വഹിച്ചുകൊണ്ട്, ചിലരുടെയെങ്കിലുമൊക്കെ ആക്ഷേപങ്ങൾക്ക് വിധേയരായി പാവപ്പെട്ടവർ എന്ന് പറയുന്നുണ്ടെങ്കിൽ താൽക്കാലികമായി അതിന് വിയോജിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആദരണീയരായ ഉസ്താദുമാർ എത്രമേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഈ സമൂഹത്തിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. തുച്ഛമായ ശമ്പളം എന്ന് പറയാറുണ്ട്, നമ്മളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നവരും പറയാറുണ്ട്. എന്തേ മെച്ചമായ ശമ്പളം കിട്ടുന്ന പണിയെടുക്കാൻ ഈ ആളുകൾക്ക് കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. അതിനുള്ള ആരോഗ്യമുണ്ട്, സൗകര്യമുണ്ട്, വിദേശ രാജ്യങ്ങളിൽ പോയി പണിയെടുക്കാം. പക്ഷേ ഇത് അള്ളാഹുവിന്റെ ദീൻ ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന് എന്നിലൂടെ പകർന്നു നൽകുക, ദീൻ ഇവിടെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക, വിശുദ്ധ ഇസ്ലാം എന്നുള്ള മഹിതമായിട്ടുള്ള ഈ ആദർശം അത് ഇവിടെ നിലനിർത്തുക എന്നുള്ളത് എൻ്റെ നിർബന്ധ ബാധ്യതയാണ് എന്ന് തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവിധ കഴിവും ശേഷിയും സൗകര്യവുമുള്ള പണ്ഡിത മഹത്തുക്കളായിട്ടുള്ള, ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള പണ്ഡിതന്മാർ ഈ തുച്ഛമായ ശമ്പളമെന്ന് പലരും വിശേഷിപ്പിക്കുന്ന ഈ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മഹാന്മാരാണ്, ആദരണീയരാണ്. അവരെ മഹാനായ ശൈഖുന സയ്യിദുൽ ഉലമ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മുടെ മഹത്തായ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനുള്ള നമ്മുടെ എല്ലാം അവലംബവും നമ്മുടെ ആവേശവും നമ്മുടെ ഊർജവുമായിട്ടുള്ള ശൈഖുന സയ്യിദുൽ ഉലമ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ ആദരവോടുകൂടി ഈ മഹത്തായ ധന്യമായ ഈ സദസ്സിലേക്ക്, സംഗമത്തിലേക്ക്, ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ആദരണീയനായ ജമിയത്തുൽ മുഅല്ലിമിൻ്റെ ഈസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സയ്യിദ് OMS തങ്ങൾ മേലാറ്റൂർ അവരുകളെ അധ്യക്ഷവേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ധന്യമായ
സ്നേഹാദരവ് ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള സമസ്ത കേന്ദ്ര മുഷാബറ അംഗങ്ങളായിട്ടുള്ള ഷെയ്ഖുന അസ്ഗർ അലി ഫൈസി ഉസ്താദ് പട്ടിക്കാട്, ആദരണീയനായ മരക്കാർ ഫൈസി ഉസ്താദ്, പ്രിയപ്പെട്ട നമ്മുടെ ജമിയത്തുൽ മുഅല്ലിമിൻ്റെ കേന്ദ്ര കൗൺസിലിൻ്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സുപ്രഭാതം പത്രം ഐതിഹാസികമായി സമൂഹത്തിൻ്റെ മുക്കുകോണുകളിലേക്ക് എത്തിക്കാൻ നമ്മുടെ കൂടെ നമുക്ക് മുമ്പിൽ നിന്ന് ആവേശം പകർന്ന ആദരണീയനായ നമ്മുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട കൊടകുസ്താദ്, പ്രിയപ്പെട്ട ജമിയത്തുൽ മുഅല്ലിമിൻ്റെ സെൻട്രൽ കൗൺസിലിൻ്റെ ട്രഷറർ പ്രിയപ്പെട്ട കാസിമി ഉസ്താദ്, ബഹുമാന്യരായിട്ടുള്ള വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സയ്യിദ് KKS തങ്ങൾ, സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ സുന്നി യുവജന സംഘത്തിൻ്റെ നേതാവും പ്രിയപ്പെട്ട അംസ റഹ്മാനി ഉസ്താദ്, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പാലക്കാട് ജില്ലാ ജമിയത്തുൽ മുഅല്ലിമിൻ്റെ നേതാവും സെൻട്രൽ കൗൺസിലിൻ്റെ പുതിയ വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള മുഹമ്മദ് അൽ ഫൈസി ഉസ്താദ്, ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് KK ഇബ്രാഹിം മുസ്ലിയർ, ഷെയ്ഖുന ഐദർ ഫൈസി ഉസ്താദ്, പ്രിയപ്പെട്ട ജമിയത്തുൽ മുഅല്ലിമിൻ്റെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ഷിഹാബുദ്ദീൻ മുസ്ലിയർ ആലപ്പുഴ, ആദരണീയനായ ജില്ലാ ജമിയത്തുൽ മുഅല്ലിമിൻ്റെ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയുമായ ഹുസൈൻകുട്ടി മുസ്ലിയാർ പുളിയാട്ടുകുളം, ഇവിടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നേതാക്കൾ, പ്രിയപ്പെട്ട ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസവും മലപ്പുറത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയനായ ജമിയത്തുൽ മുഅല്ലിമിൻ്റെ റേഞ്ച് മേഖല ഭാരവാഹികളെ, പ്രിയപ്പെട്ട സംഘടനാ നേതാക്കളെ, ആദരണീയനായ മലപ്പുറം മേഖലയുടെ പ്രസിഡന്റ് ഹാരിസ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സൈനാർ ഫൈസി, ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്തയുടെ വിവിധ പോഷക ഘടകങ്ങളിൽ സാരഥ്യം വഹിക്കുന്ന കുഞ്ഞിമാൻ ഹാജി വാണിയമ്പലം, മാനു ഹാജി ബുറാക്ക് വണ്ടൂര് തുടങ്ങിയിട്ടുള്ള പ്രമുഖരായ നേതാക്കൾ, പ്രിയപ്പെട്ട നമ്മുടെ വാപ്പുകാക്ക, ഇങ്ങനെ പ്രിയപ്പെട്ട ഷമീർ ഫൈസി ഒടമല, SKSFൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി യൂനുസ് ഫൈസി തുടങ്ങിയിട്ടുള്ള മുഴുവൻ നേതാക്കളെയും, സ്നേഹമുള്ള സഹപ്രവർത്തകരെയും, പണ്ഡിത മഹത്തുക്കളെയും എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലുള്ള നേതാക്കളെ പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മഹത്തായ ഈ പരിപാടിയിൽ ആദ്യാന്ത്യം വരെ നിങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സർവശക്തനായ നിയന്താവായ അള്ളാഹു നമ്മുടെ ഈ സംരംഭങ്ങൾ വിജയിപ്പിക്കട്ടെ. നാളെ ഇതുവരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന പോലെ തന്നെ തുടർന്നും വളരെ ശക്തമായി മഹാന്മാരായ നമ്മുടെ നേതാക്കളോട് കൂടെ ബഹുമാനപ്പെട്ട സമസ്തക്ക് ഊർജം പകർന്നുകൊണ്ട് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ സർവശക്തനായ അള്ളാഹു എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.